ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നല്ല പഴുത്ത മധുരമുള്ള വല്ലാണ്ട് കുഴഞ്ഞു പോവാത്ത ടൈപ്പിലുള്ള ചക്ക കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് ഇന്നൊരു ചക്കപ്പൊരി തയ്യാറാക്കുന്ന വീഡിയോ ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ചക്ക കിട്ടുന്നവരൊക്കെ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ചക്കൻ്റെ കാലമൊക്കെ കഴിയാറായി, അപ്പോഴേക്കും എന്തായാലും കിട്ടുകയാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് ഫുള്ളായിട്ട് കാണാൻ ശ്രദ്ധിക്കുക. പിന്നെ അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നവരൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കും കൂടെ ചെയ്യാം കേട്ടോ. അപ്പോൾ അങ്ങനെ ചക്ക ഫുള്ളായിട്ട് കുരുവൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ ഒരു മൈദൻ്റെ പാക്കറ്റിൽ 1/2 കിലോ മൈദൻ്റെ പകുതി, അതായത് 250 ഗ്രാം മൈദ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ മധുരത്തിന് ആവശ്യമായിട്ട് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര, പിന്നെ ഒരു 1/4 ടീസ്പൂണോളം ബേക്കിംഗ് സോഡ, പിന്നെ 2 ഏലക്കായ ചതച്ചതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ടീസ്പൂൺ ചെറിയ ജീരകം, ഒരു ഫ്ലേവറിനൊന്നും ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. ചെറിയ ജീരകത്തിൻ്റെ പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി. പിന്നെ ഒരു ടേബിൾ സ്പൂണോളം പാൽപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അങ്ങനെ എല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം കുറച്ചായിട്ട് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതാ നമ്മുടെ ബാറ്റർ നമുക്ക് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ കിട്ടേണ്ടത്. നമ്മുടെ കയ്യിൽ കരിഞ്ചീരകമോ അല്ലെങ്കിൽ എള്ളോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അത് കഴിക്കുന്ന സമയത്ത് നല്ലൊരു ഫ്ലേവറും ടേസ്റ്റും ആയിരിക്കും കേട്ടോ. പിന്നെ അതിലേക്ക് നേരത്തെ ഞാനൊന്നുള്ള ഉപ്പ് ഇടാൻ മറന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ സമയത്ത് ഞാനതൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമ്മൾ കുരുവൊക്കെ കളഞ്ഞെടുത്ത് വെച്ചിട്ടുള്ള ചക്കകളുണ്ടല്ലോ, അത് ഓരോന്നായിട്ട് ഇതിലേക്ക് ഇട്ടിട്ട് അങ്ങ് മുക്കി എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. എണ്ണ നല്ല തിളച്ച സമയത്ത് വേണം കേട്ടോ നമ്മളതിലേക്ക് ചേർത്ത് കൊടുക്കാൻ. വെളിച്ചെണ്ണയിലാണ് പൊരിച്ചെടുക്കുന്നതിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇന്ന് ഞാൻ എന്തായാലും ഓയിലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. സാധാരണ ഇങ്ങനത്തെയൊക്കെ ഫ്രൈ ചെയ്യാൻ ഉപയോഗിക്കുന്നത് ഞാൻ വെളിച്ചെണ്ണ തന്നെയാണ് കേട്ടോ. വീട്ടിലാട്ടിയിട്ടുള്ള വെളിച്ചെണ്ണ തന്നെയാണ് എടുക്കാറുള്ളത്. അപ്പോൾ വെളിച്ചെണ്ണയിൽ എടുത്തതിന് പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വെളിച്ചെണ്ണ പൊരിച്ചിട്ടുള്ള സംഭവങ്ങളൊക്കെ. ചിക്കൻ ആയാലും മീനായാലും ഇതുപോലത്തെ സ്നാക്സ് ഐറ്റംസ് ആണെങ്കിലൊക്കെ ഇങ്ങനെ വെളിച്ചെണ്ണ പൊരിച്ചെടുക്കുന്നതാണ് കേട്ടോ കൂടുതൽ താല്പര്യമുള്ളത്. അപ്പം ഇങ്ങനെ വെളിച്ചെണ്ണ ഇഷ്ടമുള്ളൂ എന്ന് പറഞ്ഞിട്ട് നടന്നിട്ട് കാര്യമല്ല കേട്ടോ. കാരണം നമ്മളെ കാര്യങ്ങൾ നടക്കൂലേ. കാരണം തേങ്ങ കിട്ടാനില്ല, അതുകൊണ്ട് തന്നെ വീട്ടിൽ വെളിച്ചെണ്ണക്ക് ആട്ടലും നടക്കണില്ല. അപ്പോൾ ഉള്ള വെളിച്ചെണ്ണ എടുത്തിട്ട് എങ്ങാനും സ്നാക്സ് ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ എപ്പോഴാണ് അമ്മ ഇവിടെ നാട്ടാന്ന് നോക്കി നടന്നാൽ മതിയാവും കേട്ടോ. അപ്പോൾ ഈ ഓയിലിൽ പൊരിച്ചിട്ടും ടേസ്റ്റിന് ഒരു കുറവുമില്ല കേട്ടോ. അപ്പോൾ തീർച്ചയായും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. പുറംഭാഗം നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടാണ് കേട്ടോ നമ്മൾ ഈ സ്നാക്ക് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ കട്ടൻ ചായൻ്റെ കൂടെ കഴിക്കാനായിട്ട് നല്ല കിടിലൻ കോമ്പിനേഷനാണ് കേട്ടോ. അപ്പോൾ വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കുക. അപ്പോൾ ഇന്നൊക്കെ അത്രേ ഉള്ളൂ.